ഡോക്ടർ ഫസൽ ഗഫൂർ, തുടർച്ചയായി ബി.ജെ.പി. നേതാക്കൾ നെഹ്റു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും മോദി നെഹ്റുവിനെതിരെ പറഞ്ഞു. എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത്, പാകിസ്ഥാൻ ഉണ്ടാകാൻ കാരണം നെഹ്റുവാണ് എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അടിക്കടി നെഹ്റുവിനെതിരെയുള്ള പ്രസ്താവനകൾ നടത്തുക. ഇപ്പോൾ ഈ വിഭജന ഭീതി ദിവസം ഇങ്ങനെ ആചരിക്കുന്നത്, അതൊരു ഇനി തുടർച്ചയാക്കുന്നത് എന്തിൻ്റെ സൂചനയായിട്ടാണ് അങ്ങ് കരുതുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നെഹ്റുവിനെ മാത്രമായിട്ടൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വിഭജനത്തിൽ ഒരുപാട് പേരുണ്ട്. ഉദാഹരണമായിട്ട് ലാലാ ലജ്പത് റായിയാണ് ആദ്യം വിഭജനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗുകാരും അതിനോടുണ്ട്, ആ ഇതിൽ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ. പിന്നീട് ഹിന്ദു മഹാസഭയും വിഭജനത്തിന് അനുകൂലമായിരുന്നു. RSS അതേസമയം പറഞ്ഞിരുന്നത് അഖണ്ഡ ഭാരതം വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നെഹ്റു ആണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം നെഹ്റുവും ഗാന്ധിയും അവസാനം വരെ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നു. മഹാത്മാഗാന്ധി അറ്റം വരെ അദ്ദേഹത്തിന് എതിർത്തുകൊണ്ടിരുന്നിട്ട് ബ്രിട്ടീഷുകാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണ്, 10% ഇന്ത്യക്കാർക്ക് പോലും വോട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വരണമെന്ന് വരെ പുറത്തുനിന്നല്ല തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് അവർ തീരുമാനിച്ചു, ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, യു ഡോ ഹാവ് ഓൺലി വൺ ഓപ്ഷൻ, 2 നേഷൻ തിയറി. വേറെ ഒരു 3 നേഷൻ തിയറി. ഞാൻ പറയാം, ബംഗാളിൽ മറ്റേ ഒരു മറ്റേ നമ്മുടെ ബോസും നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് അല്ല, ശരത് ചന്ദ്ര ബോസും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഹർവാദി അല്ലെങ്കിൽ നമ്മുടെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ബംഗാൾ എന്നൊരു സംയുക്ത ബംഗാൾ എന്നൊരു തിയറിയായിട്ട് ഇവർ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അതിനെ വരെ ബ്രിട്ടീഷുകാർ പറഞ്ഞത് സമ്മതിക്കൂലെന്ന്. അത് അവസാനം ആ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് നെഹ്റുവിനെ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്, നമ്മൾ ഈ ചരിത്രത്തിൻ്റെ മുറിവുകളായിട്ട് നടക്കാതിരിക്കുന്നതെന്നല്ലേ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഞാൻ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിരോഷിമയിൽ പോയപ്പോൾ ഹിരോഷിമ മെമ്മോറിയൽ നിൽക്കുമ്പോൾ ഒരു ജാപ്പനീസ് സ്ത്രീ ഗൈഡായിട്ട് അമേരിക്കക്കാരെ കൊണ്ടുനടക്കണം. അപ്പോൾ ഞാൻ ആ സ്ത്രീയെ വിളിച്ചു വെച്ച്, നിങ്ങൾക്കിതിൽ പരിക്ക് പറ്റിയത്? അതെ, ഞങ്ങൾക്ക് പരിക്ക് പറ്റിയതാണ്, എൻ്റെ വല്യമ്മ മരിച്ചുപോയി ഹിരോഷിമ ബോംബ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിരോധമില്ലേ? അതൊന്നും ഒരു വിരോധായ കാലഘട്ടം. അവർ പറയണത് 10-70 കൊല്ലത്തിന് മുമ്പത്തെ കാര്യമാണ്. അത് അന്നത്തെ ഭരണകർത്താക്കൾ തമ്മിലുള്ള തല്ലുപിടുത്തമായിരുന്നു എന്നാണ്. ഇപ്പുറത്തെ ഭാഗത്ത് ജർമ്മനിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറയാം, ഞങ്ങളായിട്ടൊരു ബന്ധമില്ല, നാസി ജർമ്മനി ഹിറ്റ്ലറും ചെയ്താണെന്ന്. ഇവിടുത്തെ തകരാറെന്തറിയോ? ഇവിടുത്തെ തകരാറ് ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ദാമോദർ വിനായക് സാവർക്കർ പറഞ്ഞിരുന്നത് 1857 ഫസ്റ്റ് എന്താ പറയുക ബാറ്റിൽ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഇവരെല്ലാവരും അംഗീകരിച്ചിരുന്നു. അപ്പോൾ അതേസമയം സാവർക്കർ അദ്ദേഹത്തിന് തിയറി മാറ്റി. പിന്നീട് അദ്ദേഹം ആൻഡമാനിൽ ജയിലിലായതിനു ശേഷം തിയറി മാറ്റി ഹിന്ദുത്വ തിയറിയായിട്ട് അതവിടെ കട്ടെ മാറ്റി. പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ദ മോമെൻറ്റ് മുഹമ്മദ് ബിൻ ഖാസിം സെറ്റ് ഫുട്ട് ഇൻ ദ സിന്ധ് ദെൻ സ്റ്റാർട്ടഡ് ദ സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അന്ന് തൊട്ടിട്ടേ ഫോറിൻ ഇൻവേഷനാണ്. അതിൻ്റെ ഓബ്വിയസ്ലി നമുക്കറിയാമല്ലോ, മുഹമ്മദ് ബിൻ ഖാസിം ലാൻഡ് ചെയ്ത് അദ്ദേഹം അറബാണ്. പിന്നെ പെർഷ്യൻ തുഗ്ലക്കൊക്കെ കൂടെ തുർക്കികളൊക്കെ കൂടെ ഇവിടെ വന്നു വിടും. അപ്പോൾ അതൊരു ചരിത്രമായിട്ട് നമ്മൾ വെറുതെ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദിനങ്ങൾ കൊണ്ടാടിക്കൊണ്ടോ വീണ്ടും ഈ മുറിവുകൾ ഉണ്ടല്ലോ, നടന്ന ചരിത്രത്തിൻ്റെ മുറിവുകൾ, ആ മുറിവുകൾ നമ്മളിനി വീണ്ടും തുറക്കാൻ നോക്കുന്നത് ചരിത്രപരമായിട്ട് തന്നെ തെറ്റാണ്. കാരണം അങ്ങനെയല്ല ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത്. ഒരു രാജ്യം മുന്നോട്ട് പോകുന്ന ആ രാജ്യം സൃഷ്ടിച്ചതിന് ശേഷമുള്ള അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യം കൊണ്ടാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ പറയുന്നത്, നമ്മളൊരു രാജ്യത്തിനുണ്ടാക്കി, ആ രാജ്യം മുസ്ലിമുകളുടെ പേരിൽ അപ്പുറത്തുണ്ടാക്കി. ആ രാജ്യത്തിന് എന്ത് പറ്റി? അത് ഏകദേശം ഒരു 30 കൊല്ലത്തിനുള്ളിൽ, മനസ്സിലായല്ലേ, 25 കൊല്ലത്തിനുള്ളിൽ ആ രാജ്യം 2 കഷ്ണമായി, ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് 2ആയി പോയില്ലേ? എന്നിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ആര് വാദിച്ചാലും അത് പിന്നീട് ആ മതത്തിൻ്റെ ഉള്ളിലുള്ള പോരാട്ടങ്ങളിലോട്ട് ചെല്ലും. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരു മതത്തിൻ്റെ ഉള്ളിൽ, എല്ലാ മതത്തിൻ്റെ ഉള്ളിൽ ജാതിയുടെയും മതത്തിൻ്റെയും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ വിഭാഗീയതയൊക്കെ ഉണ്ടാവും. അതിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹിന്ദു മുസ്ലിം ഇഷ്യൂ മാത്രമല്ല വരുന്നത്, സവർണൻ അവർണനും വരുന്ന ഇഷ്യൂ. പിന്നെ അതിനുശേഷം പിന്നോക്ക ജാതി വരുന്നു, പിന്നെ പിന്നോക്കത്തിൽ പിന്നോക്കം വരുന്നു. ഇപ്പോൾ ബീഹാർ UP-യിലൊക്കെ പിന്നോക്കത്തിൽ പിന്നോക്കം, ദളിത്, മഹാദളിത്. അപ്പോൾ ഡിവിസീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കോമൺ ശത്രുവിനെ കാണിച്ചുകൊണ്ട് നമ്മൾ ഏകീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയെങ്കിൽ അത്
അത് പരാജയപ്പെടും. അതിന്റെ വിഭജനത്തിന്റെ മുറിവുകൾ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ വിഭജനത്തിന്റെ മുറിവുകൾ ഓർക്കണം. ഭീതി ദിനമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് വിഭജിക്കാൻ ഉത്തരവിട്ട് അല്ലെങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വിമർശിക്കുക, കോൺഗ്രസിനെ പ്രതി ചേർക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്നത്. ഇപ്പോൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടായി എന്നത് ചരിത്ര പുസ്തകങ്ങളിലുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പാകിസ്ഥാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, അതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കുക എന്ന ദുരുദ്ദേശം കൂടിയുണ്ട് ഇതിൽ. അല്ല, 100% ശരിയാണ്, തെറ്റാണെന്ന്. കാരണം 1937 ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ അന്നത്തെ ബംഗാളിൽ അത് കൃഷക് പ്രജാ പാർട്ടിയാണ് ജയിച്ചത്. അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയാണ്. അപ്പുറത്ത് നമ്മുടെ സിക്കന്ദർ ഹയാത്ത് ഖാൻ്റെ യൂണിയനിസ്റ്റ് പാർട്ടിയാണ് പഞ്ചാബിൽ ജയിച്ചത്. സിന്ധിൽ ഗുലാം മുഹമ്മദ് ജയിച്ചു. ഇപ്പുറത്ത് സഹദുള്ള ജയിച്ചു ആസാമിൽ. ഇവരാരും ലീഗുകാരല്ലായിരുന്നു, ഇവർ വെവ്വേറെ പാർട്ടികളാണ്. സിന്ധ് പാർട്ടിയാണ് നയിച്ചിരുന്ന ഗുലാം മുഹമ്മദ്. 37-നും 40-നും ഇടയിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അധികാര തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മുടെ ലാഹോർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ റെസൊല്യൂഷൻ നടപ്പാക്കുകയും ജിന്ന ഇവരെ ഒരു വോട്ട് പോലും, ലീഗിന് 10% വോട്ടില്ല. ഇതിപ്പോൾ ശിവശങ്കറിന് അറിയാലോ ആ മാറ്ററൊക്കെ. 37 ലീഗിന് എന്ത് വോട്ടുണ്ടെന്നുള്ളത്. ആ 1940 വരുമ്പോഴത്തേനും ഒരു കോയലീഷൻ ഉണ്ടാക്കിക്കൊണ്ട് ആണ് അവർ ഈ വിഭജനത്തിന് വേണ്ടിയിട്ട് ലാഹോർ, അതും അവസാനം വരെ അവരും പോരാടി. നമ്മൾ സത്യമായിട്ട് കാണണം. അവർ 42-ലും 44-ലും ഒക്കെ അവരും യോജിപ്പിന് തയ്യാറായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുത അങ്ങനെ നിലനിൽക്കുമ്പോൾ അതിൽ ജവഹർലാൽ നെഹ്റുവിന് എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു പങ്കെന്ന് എനിക്കറിഞ്ഞൂടാ. സർദാർ പട്ടേലും ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതിനെ വേറെ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ പിന്നെ ഇവരെ ഒരുമിച്ച് തന്നെയാണ്. പിന്നെ അതിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണ് അദ്ദേഹം അതിനു വേണ്ടി ചെയ്തത്, എന്ത് വിട്ടുവീഴ്ചയാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തെ പറ്റി ആകെ പറയുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുപോയി എന്നുള്ള പറയാണ്. ആ തർക്കം അവിടെ യുണൈറ്റഡ് നേഷനിലോട് കൊണ്ടുപോയി എന്നുള്ളത്. അതിലപ്പുറത്ത് ജവഹർലാൽ നെഹ്റുവിന് യാതൊരു ഇതിൽ കാര്യമായിട്ടുള്ള പങ്കില്ല. ഇനി പങ്കുണ്ടെന്ന് പറയാൻ തന്നെ ജിന്നക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇതിലൊന്നും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ലല്ലോ. ജിന്ന ഫെഡറൽ സിസ്റ്റം അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഫെഡറൽ സിസ്റ്റം നടപ്പാക്കാം എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പിന്നീട് പോയി ചർച്ച ചെയ്തതിനു ശേഷം പറഞ്ഞു ഇല്ലില്ല അത് പറ്റൂല, ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ വീക്കായി പോവും, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ജിന്നയെ തടുത്തത് ജവഹർലാൽ നെഹ്റുവാണ് അവസാനമായിട്ട്. ഈ ബാക്കി നെഹ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആൾക്കാർ നമ്മളിവിടെ കൂടെ ഉണ്ടല്ലോ, അവർക്ക് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് അവസാനത്തെ നിമിഷത്തിൽ അത് തടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.